നമ്മുടെ ജീവിതത്തിലൊക്കെ പലയിടത്തും നമ്മൾ ഫുഡ് കഴിക്കാറുണ്ടല്ലേ, ഭക്ഷണം. അപ്പം വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്, ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ മേടിക്കാൻ ഉപയോഗിക്കുന്ന പൈസയും ആ പൈസ ഉണ്ടായ ജോലിയും അല്ലെന്നുണ്ടെങ്കിൽ ആ എവിടുന്ന് കിട്ടിയ പൈസയാണെങ്കിലും അതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് എവിടുന്ന് കഴിക്കണമെന്ന് പോലും ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലങ്ങളൊന്നും ചിലപ്പോൾ കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പം നമ്മൾ ചിലയിടത്തൊക്കെ കയറിയിട്ട് പറയുന്നില്ല ഫുഡ് കൊള്ളത്തില്ല, പക്ഷെ അത് അന്നേരം കഴിക്കാൻ വിധിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ആ വിശപ്പോടെ അവിടെ ചെന്ന് കയറി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചേക്കുന്ന ഫുഡ് അതന്നേരം കിട്ടാനും നമ്മുടെ മുമ്പിൽ വരാനും എല്ലാം, അല്ലെങ്കിൽ അത് സെർവ് ചെയ്യുന്ന ആൾക്കാരെ പോലും ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എപ്പോഴും നല്ല ഫുഡ് കിട്ടാനും അല്ലെന്നുണ്ടെങ്കിൽ ആ സെർവ് ചെയ്യുന്ന ആൾക്കാരുടെ സന്തോഷം പോലും നമ്മുടെ ഫുഡിനകത്ത് അത് ബാധിക്കും എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സെർവ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ഫുഡ് കൊണ്ട് തരുന്നതെങ്കിൽ അതിൻ്റെ നമ്മൾ ആ കഴിക്കുന്നതിനകത്ത് പോലും അത് ബാധിക്കും എന്നുള്ളതാണ്. എത്ര നല്ല ഫുഡാണെങ്കിലും ഒരു പുഞ്ചിരിയോടോ അല്ലെങ്കിൽ നമ്മളോട് സന്തോഷത്തോടോ കൊണ്ടുവന്ന് തരുന്ന ഒരു ഫുഡിൻ്റെ എഫക്റ്റ് നമ്മളല്ലാതെ മൂശാട്ടയായിട്ട് കൊണ്ടുതരുന്ന ഒരാൾ കൊണ്ടു തന്നു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇനി അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോഴേ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ഹോട്ടലിൽ ഗതികേട് കൊണ്ട് കയറി കഴിഞ്ഞാലും നമുക്ക് ആ ഫുഡ് ഇഷ്ടപ്പെടത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ